ഇനിയൊരു പിണറായി വിജയന്മാർ ഭരണത്തിലേറാതിരിക്കട്ടെ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെയുയർത്തി. ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിനും കൂര വയ്ക്കുവാനുള്ള പെർമിറ്റു നിങ്ങൾ 20% വർദ്ധിപ്പിച്ചു. കരണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും 5 പ്രാവശ്യമായി വർദ്ധിപ്പിച്ചല്ലോ. കഷ്ടമല്ലേ പിണറായി വിജയ നിങ്ങളീ കാണിക്കുന്നത്? CPM-ന്റെ കൊലയാളികൾക്ക് ഖജനാവിൽ നിന്നും പണമെടുത്തു കേസ് പറയുവാൻ ചിലവഴിച്ചു. ഇങ്ങനെ മന്ത്രിമാരൊക്കെ അഴിഞ്ഞാടുമ്പോൾ രാപകലധ്വാനിക്കുന്ന ആശാപ്രവർത്തകരുടെ സമരത്തെ കൊഞ്ഞനം കുത്തി കാണിച്ചില്ലേ നിങ്ങൾ? കെട്ടിടത്തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ തടഞ്ഞുവെച്ചു. ഡയാലിസം ചെയ്യുന്ന രോഗികളുടെ പെൻഷനും തടഞ്ഞുവെച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിനുള്ള ചിലവുകൾ നിങ്ങൾ അധ്യാപകരുടെ തലയിൽ വെച്ചുകെട്ടി ഒഴിഞ്ഞുമാറി. കേരളത്തിലെ മദ്യലഹരിയെ മുക്തമാക്കുവാൻ വാവിട്ടു നിലവിളിച്ചു നിങ്ങൾ. എന്നിട്ടു നിങ്ങൾ മുക്കിനു ഷാപ്പുകൾ സ്ഥാപിച്ചു ജനങ്ങളെ നിങ്ങൾ പമ്പര വിഡ്ഢികളാക്കി. ദാരിദ്ര്യത്തിൽ ഈ നാട് മുങ്ങിത്താഴുമ്പോഴും ചക്രവർത്തിയാകും പിണറായി വിജയൻ മൂന്നാമതൊരു വണ്ടി വാങ്ങി. 1,10,00,000 രൂപയുടെ ആഡംബര കാറ്. അതിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ജനങ്ങളുടെ ഇടയിലൂടെ പായിച്ചുപോയി. ജനങ്ങൾ അത് കണ്ട് അമ്പരപ്പോടെ നോക്കി നിന്നു. മതതീവ്രവാദികൾക്കും സ്ത്രീ പീഡകർക്കും കുടപിടിച്ചുകൊണ്ട് അഴിമതിയുടെ വീരകഥകളുമായി ധീരതയോടെ സഖാക്കന്മാർ ജൈത്രയാത്ര നടത്തുന്നു. ഇനിയും സിംഹാസനത്തിലേറുവാൻ പൊരുതി ജയിക്കുവാൻ പെണ്ണുകേസുകൾ തപ്പിയും പുതിയത് മെനഞ്ഞെടുക്കുവാനുള്ള തന്ത്രപ്പാടിലാണ് സഖാക്കന്മാർ. ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണ് നമ്മൾ അമ്പരപ്പോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും സഹിക്കണോ ജനങ്ങളെ ഈ സഖാക്കന്മാരെ?